നല്ല ബ്രൈറ്റ് മോർണിംഗ് ആണ്. മോർണിംഗ് തന്നെ നല്ല കാറ്റും വെയിലും ഒക്കെ ഉദിച്ചിട്ടുണ്ട്. 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ അച്ഛൻ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. സൈറസ് ഇവിടെയുണ്ട്. സൈറസിന് ഞാൻ എവിടെയോ പോവാണെന്ന് മനസ്സിലായി. അപ്പോൾ അവന് വിഷമാവാതിരിക്കാൻ ഒരു ബണ്ണൊക്കെ കൊടുത്ത് ഞാൻ ഇറങ്ങാണ് കേട്ടോ. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ തൃശ്ശൂർ വെള്ളയപ്പങ്ങാടി. തളിക്കുളത്ത് നിന്ന് മുറ്റിച്ചൂർ പാലം വഴി കാഞ്ഞാണിയിലേക്ക് കയറി കാഞ്ഞാണിയിൽ നിന്നാണ് നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നത്. അപ്പോൾ 2 അടിപൊളി വ്യൂ ആസ്വദിക്കാൻ പറ്റും. നമുക്ക് കാണാം. ഇതാണ് തൃശ്ശൂരത്തെ വളരെ പ്രശസ്തമായ വെള്ളയപ്പങ്ങാടി. നമ്മുടെ പ്രാഞ്ചിയേട്ടൻ മൂവിയിൽ ഇന്നച്ചൻ പറയുന്നത് കേട്ടിട്ടില്ലേ? താൻ എന്തുകൊണ്ട് എൻ്റെ പ്രാഞ്ചി വിചാരിച്ച് ഇത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ ടീൻ എന്ന് പറഞ്ഞൊന്നും കിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെ ഈസി ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ തന്നെ കണ്ടോ ഓരോ സ്റ്റാൾസ് ഉണ്ട്. ഓരോരുത്തരുടെയും വെള്ളയപ്പ സ്റ്റാൾസാണ്. ഇതിൽ പലർക്കും വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. നമ്മളവരോട് പെർമിഷൻ എടുത്തിട്ട് വേണം വീഡിയോ എടുക്കാൻ. ഈ അങ്ങാടിയുടെ ഒരു 300 മീറ്റർ അകലെ നമ്മൾ എത്തുമ്പോൾ തന്നെ മണം കിട്ടി തുടങ്ങും കേട്ടോ. പിന്നെ ആ സ്മെല്ല് നമ്മളെ ഇവിടേക്ക് എത്തിക്കും. ഈ സ്റ്റാള് നമ്മളെ വളരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്തു. വീഡിയോ എടുക്കാൻ നമുക്ക് ഒരു സ്പേസ് തന്നു. ഇവിടെ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് കാണാം. ഇവിടെ നിന്നിങ്ങനെ റിയലായിട്ട് ഇത് കണ്ടപ്പോഴേ ഭയങ്കര ഭംഗി തോന്നി കേട്ടോ. ഒരു സീരീസ് ആയിട്ടാണ് ഈ വെള്ളപ്പച്ചട്ടികൾ വെച്ച് ഇങ്ങനെ വെള്ളയപ്പം ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇവിടെ പാക്കിങ് നടക്കുന്നുണ്ട്. ആളുകൾ ഓരോരുത്തരായി വന്ന് വാങ്ങിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സായി നടന്നുകൊണ്ടിരിക്കുന്നു. ഉണ്ടാക്കുന്നു, ഇടുന്നു, പാക്ക് ചെയ്യുന്നു. ഇവരുടെയൊക്കെ ലൈഫിൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു മോർണിംഗ് റൂട്ടീനാണിത്. ഈ വെള്ളയപ്പം കൂടാതെ ഇവിടെ നല്ല തെങ്ങിൻകള്ള് ചേർത്തുണ്ടാക്കിയ കള്ളപ്പവും പിന്നെ നല്ല ഉണ്ണിയപ്പവും കിട്ടും. ഈ കള്ളപ്പവും ഉണ്ണിയപ്പവും കൂടെ ഞാൻ വാങ്ങിച്ചിരുന്നു. ഇതൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റാളിൽ നിന്നായിട്ടാണ് ഞാൻ ഓരോന്നും പർച്ചേസ് ചെയ്തത്. 15 വെള്ളയപ്പം, 1 പാക്കറ്റ് ഉണ്ണിയപ്പം, 2 പാക്കറ്റ് കള്ളപ്പം, ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ കുറച്ച് മാറി നിന്നു. ഇത് ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ കാണിച്ചാണെങ്കിൽ ഇത് കണ്ടോ, പുത്തൻപള്ളിയുടെ ഒരു പാർട്ടാണിത്. മേലത്തെ പുത്തൻപള്ളിയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ വെള്ളയപ്പം അങ്ങാടി. വളരെ പഴക്കം ചെന്ന വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാത്ത ഒരു അങ്ങാടിയാണിത്. പഴമയുടെ തിളക്കം ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടുത്തെ മിക്ക കടകളും അടവാണ്. പിന്നെ മോർണിംഗ് ആണല്ലോ, അധികം ട്രാഫിക്കൊന്നുമില്ല. ഏകദേശം 7:30 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വണ്ടിക്കുട്ടനെ ഞാനിവിടെ പാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ വെള്ളയപ്പം വാങ്ങിച്ച സന്തോഷം മാത്രമല്ല, ഈ ഇത്രയും പഴക്കമുള്ള ഒരു അങ്ങാടിയിൽ വന്ന സന്തോഷമുണ്ട്. ഇവിടുത്തെ മനുഷ്യരുടെ ഈ ഹാർഡ് വർക്ക് കണ്ടു നിന്ന സന്തോഷമുണ്ട്. എന്താ ശരിക്കും മനസ്സിൽ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ മോർണിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ചായ ഉണ്ടാക്കി വീടിൻ്റെ ഫ്രണ്ടിലെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് മോർണിംഗ് ബ്ലിസ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടാണ് ഒരു ഡേ ആരംഭിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ തോന്നി, ഒരു മോർണിംഗ് പോലും ഒരു ഓഫ് എടുക്കാതെ എവ്രി ഡേ സെയിം റൂട്ടീൻ. അവരുടെ മോർണിംഗ് ബ്ലിസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു 4 മണിക്ക് തുടങ്ങി 9 മണിക്ക് അവസാനിക്കുന്ന ഒരു വെള്ളയപ്പം ഉണ്ടാക്കലിൻ്റെ ഒരു പ്രോസസ്സാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് റൗണ്ടിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം കുളിച്ചിട്ടുമില്ല, പല്ലേച്ചിട്ടുമില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് ചെറുതായി ഒന്ന് പ്രാർത്ഥിച്ച് ഒരു പീസൊക്കെ അടിച്ച് വീട്ടിലോട്ട് തിരിക്കുകയാണ് കേട്ടോ.
തിരിച്ചു വരുന്നത് കണ്ടശങ്കടവ് റൂട്ടിലൂടെയാണ്. അപ്പോൾ ഇവിടെയും ഉണ്ട് അടിപൊളി ഒരു വ്യൂ. കണ്ടശങ്കടവ് പാലമാണിത്. അങ്ങനെ നല്ലൊരു മോർണിംഗ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഇതാ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ മോർണിംഗ് തന്നെ നല്ലൊരു റൈഡും വെള്ളയപ്പങ്ങാടിയിലെ കാഴ്ചകളും പുറത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് ഇതാ തിരിച്ച് വീട്ടിലെത്തി. അതിന് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് എത്തിയിട്ടുണ്ട്. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞേ വീടിൻ്റെ ഉള്ളിൽ കയറ്റുള്ളൂ. ഇനി വല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് കയറ്റുള്ളൂ. ആദ്യം തന്നെ സൈറസിന് ഒരു ഉണ്ണിയപ്പം എടുത്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നി ഒരു ഉണ്ണിയപ്പം ഇപ്പം തന്നെ കഴിക്കാമെന്ന്. നല്ല സ്പോഞ്ചിയും ചൂടുള്ള ഉണ്ണിയപ്പമാണ്. ഞാനും ഒരെണ്ണം കഴിച്ചു. പിന്നെ അത് ആ ടേബിളിൽ കൊണ്ടുവച്ചു. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച ഐറ്റംസ്. കള്ളപ്പം ഉണ്ട്, ഉണ്ണിയപ്പം ഉണ്ട്, പിന്നെ വെള്ളയപ്പ പൊതികൾ. അപ്പോൾ ഒരു കഷ്ണം കള്ളപ്പവും സൈറസിന് പൊട്ടിച്ച് കൊടുത്തിരുന്നു. നിങ്ങൾക്ക് കാണാം ആ കവറിൽ ഒരു പീസ് മിസ്സിങ്. ഞാനും ഒരു പീസ് പൊട്ടിച്ചെടുത്തു. എൻ്റെ ഫേവറേറ്റ് 2 പലഹാരങ്ങളാണ് ഉണ്ണിയപ്പവും കള്ളപ്പവും. എൻ്റെ വീട്ടിൽ പണ്ട് അമ്മാമ്മ ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതാ അച്ഛനും അമ്മയുമായിട്ട് വെള്ളയപ്പം കഴിക്കാൻ പോവാം. നമ്മളാദ്യമായിട്ടല്ലേ വെള്ളയപ്പങ്ങാടിയിലെ വെള്ളയപ്പം കഴിക്കുന്നത്. അങ്ങനെ നോക്കാം. ആകെ ഒട്ടിപ്പിടിച്ചു അല്ലേ? ചൂടോടുകൂടെ അവർ വെച്ചിട്ടേ നല്ല ചൂടോടുകൂടിയുള്ള പാക്കിംഗ് അല്ലേ ഇരുന്നേ. അപ്പം അത് അല്ലല്ല അങ്ങനെ ഇനി ഇത് കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഇത് നല്ല ഇങ്ങനത്തെ എനിക്കിഷ്ടമാണ്. കറി ഒഴുക്കി കറി ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മോർണിംഗ് പോയത്. അപ്പോൾ വെള്ളയപ്പം കൊണ്ടുവരുമ്പോഴത്തേനും ഇവിടെ കറിയൊക്കെ റെഡിയാണ്. അപ്പോൾ അതാ നമ്മൾ കഴിക്കാൻ പോവാ. ഇനി അഭിപ്രായം പറയാം കേട്ടോ. അങ്ങനെയുണ്ട് അമ്മ ആണോ? എനിക്കിഷ്ടം. അതെ, നല്ല ടേസ്റ്റ് ഉള്ള ഇത് പാലപ്പം മോഡലുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ആണല്ലേ? അപ്പോൾ ഇവിടെ അവസാനിക്കുന്നു നമ്മുടെ വെള്ളയപ്പ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.